ജീവിതത്തിൽ പീഡനങ്ങൾ, വേദനകൾ, സഹനങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കും. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. കർത്താവ് തന്നെ പറയുകയാണ്, ആകാശഭൂമിയും കടന്നു പോകുമെന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല എന്നുള്ളതാണ്. മാറ്റമില്ലാതെ നിൽക്കുന്നത് കർത്താവിൻ്റെ വചനമാണ്. മനുഷ്യർക്ക് അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് അവരുടെ സ്വഭാവം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഒരു വാക്ക് പറഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ വേറൊരു വാക്ക് പറഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മളെയൊക്കെ പറ്റിക്കാം, ചതിക്കാം. എന്നാൽ ഒരിക്കലും ചതിക്കാത്തൊരു വചനം, ഒരിക്കലും നമ്മളെ കൈവിടാത്തൊരു വചനം ദൈവത്തിൻ്റെ വചനമാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ദൈവവചനത്തോട് എനിക്ക് സ്നേഹമുണ്ട്, ദൈവവചനം തുറന്നു വായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ദൈവവചനം തുറന്ന് എല്ലാ ദിവസവും പഠിക്കാൻ എനിക്ക് മനസ്സുണ്ട്. പിശാച് നമ്മളെ ആദ്യം പ്രലോഭനപ്പെടുത്തുന്നത് തന്നെയാണ് കേട്ടോ. ദൈവവചനം വായിക്കുന്ന വ്യക്തിയെ പിശാച് ഇങ്ങനെ പ്രലോഭനപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഉറക്കം വരുത്തും, അതുപോലെ മടി വരുത്തും. പിന്നെ വായിക്കാം, കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്നും മനസ്സിലാകാത്തൊരു തോന്നൽ തോന്നും, ഇതെന്തിനു വായിക്കണമെന്ന് ചിന്തിക്കും. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ദൈവവചനം വായിക്കുന്ന വ്യക്തികൾക്കുണ്ടാകും. മറ്റെന്ത് വായിച്ചാലും നമുക്കങ്ങനെ കുഴപ്പമുണ്ടാകില്ല. ടി വി കാണുമ്പോൾ കുഴപ്പമുണ്ടാകില്ല, അല്ലെങ്കിൽ പേപ്പർ വായിക്കുമ്പോൾ കുഴപ്പമുണ്ടാകില്ല. എന്നാൽ ദൈവവചനം വായിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകുക. ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം, ദൈവവചനം വായിക്കുന്ന വ്യക്തിയിലേക്ക് കൃപ ഇങ്ങനെ നിറയുമ്പോൾ പിശാച് നമ്മളിങ്ങനെ പ്രലോഭനപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് തൊടാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ഉറക്കിങ്ങനെ കൊണ്ടുവരും, അതുപോലെ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ കൊണ്ടുവരും, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. ആരെങ്കിലും അപ്പോഴേക്കും ഫോൺ വരുന്നു, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ അപ്പോഴേക്കും പല വിചാരം വരുന്നു, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരും. അതൊന്ന് മാറ്റി ആ വചനം തുറന്ന് ഏകാഗ്രഹമായിട്ട് എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ സമയം ഒന്ന് തുറന്ന് വായിക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി. ഇന്ന് മുതലെങ്കിലും ഒന്ന് ആരംഭിക്കാം. ദൈവവചനം തുറന്ന് എല്ലാം മാറ്റിവെച്ച് ഏകാഗ്രമായിട്ട് വായിക്കണം. അതിനൊരു പ്രതിജ്ഞ എടുക്കുക, പ്രാർത്ഥിക്കാം.